ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, ദോശ, ഇഡ്ഡലി അതിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള അധികം പച്ചക്കറികളൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രേവിയുടെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്ന് അത് ചേർക്കുകയാണ്. കൂടെ തന്നെ അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പും കൂടി. ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. കടലപ്പരിപ്പിൻ്റെ അളവ് ഒരുപാട് കൂടേണ്ട ആവശ്യമില്ല. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയും കൂടി. നമ്മളിതിലേക്ക് പൊടികൾ ചേർത്തിട്ടല്ല ഇത് തയ്യാറാക്കി എടുക്കുന്നത്. പൊടികൾ ചേർത്ത് തയ്യാറാക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമുക്ക് ഇതുപോലെ മുഴുവനായിട്ടെല്ലാം ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കുന്നതാണ്. കൂടെ തന്നെ പിന്നെ നമുക്കതുപോലെ വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. അപ്പോൾ അതും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്. മുഴുവൻ പെരിഞ്ജീരകം കൂടി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മളിതെല്ലാം ഒന്ന് ചൂടാക്കി ഒന്ന് വറുത്തെടുക്കണം. ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങും. അതുപോലെ തന്നെ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങും. അതുവരെ നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. പ്രത്യേകിച്ച് എണ്ണയൊന്നും ഈ സമയം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ പച്ചക്കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ഒരുപാട് ഗ്രേവി തയ്യാറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. ഏകദേശം ഒരു 1-2 മിനിറ്റോളം നമ്മളിതൊന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടി തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും കൂടി. കുരുമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വറുത്ത് കൊടുക്കാം. കുരുമുളക് ചേർത്തിട്ട് ഒരുപാട് സമയത്ത് വറുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പേരിലാണ് നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് കുരുമുളകെല്ലാം ചൂടായി കിട്ടിയാൽ മതിയാവും. ഇതുപോലെ എല്ലാം ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മണമൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നല്ല ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്നൊരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ലൈറ്റായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതൊന്ന് മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഫസ്റ്റിലെ വെള്ളം ചേർത്ത് അരയ്ക്കാൻ വേണ്ടി നിൽക്കരുത്, എങ്കിൽ പിന്നെ നല്ലതുപോലെ അത് പൊടിഞ്ഞ് കിട്ടില്ല. അതിൻ്റെ പേരിലാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിപ്പോൾ നരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ നരച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വീണ്ടും അതേ കടായിലേക്ക് തന്നെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് എണ്ണ ഇതുപോലെ വേണം നമുക്ക്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകാണ്. കൂടെ തന്നെ അതുപോലെ പിന്നെ വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നും കൂടി. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടിയാണ്. നമ്മുടെ സാമ്പാർ കായ ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് വറുത്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഈ ഉഴുതിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിരിക്കണം. ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കായപ്പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുകയാണ്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ചേർക്കേണ്ട കാര്യമാണ് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം. അത് ഈ എണ്ണയിലേക്ക് തന്നെ ചേർത്തേക്കണം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഗ്രേവി കൂടി ഇതിലേക്ക് ഒന്ന് ചേർക്കാം. കൂടെ തന്നെ ഒരല്പം വെള്ളം കൂടി ചേർക്കുകയാണ്. വളരെ കുറച്ച് മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മുളക് പൊടി ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ മുളക് പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറാതെ തന്നെ ഉണ്ടാവും. അതിൻ്റെ പേരിലാണ്. നല്ല കട്ടിക്ക് നല്ലതുപോലെ കുറുകിയിട്ടാണ് നമ്മുടെ ഈ ഗ്രേവി ഇപ്പോൾ ഉള്ളത്. ഇനി ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത കാര്യമാണ്
ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടി ഏകദേശം ഒരു 10-15ഓളം വെളുത്തുള്ളി അല്ലി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഗ്രേവിയിലേക്ക് തന്നെ നമ്മളിത് ചേർത്തേക്കണം. ആ ഗ്രേവിയിൽ കിടന്ന് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റും അതുപോലെ ആ ഒരു സ്മെല്ലെല്ലാം നമ്മുടെ കറിയിലുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ ഇതുപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അല്പം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പുളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും കട്ടിക്കാണ് പുളി ചേർക്കുന്നത്. പുളി പിന്നീട് കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 3-4 മിനിറ്റ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് തന്നെ ഇതങ്ങനെ വെറുതെ വിടണം. അപ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ എണ്ണയെല്ലാം ഇങ്ങനെ പുറത്തിങ്ങനെ തെളിഞ്ഞ് വരും. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ സോഫ്റ്റായിട്ട് വെന്തിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കറിയിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ഒരു സ്പെഷ്യലായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. എന്നാൽ ശരി, ഏകദേശം ഒരു 3-4 മിനിറ്റ് വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. കുറഞ്ഞതൊരു 3 മിനിറ്റെങ്കിലും നമ്മളൊന്ന് അടച്ചു വെച്ചിരിക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ എണ്ണയില്ല ഇതുപോലെ ഒന്ന് തെളിഞ്ഞ് വരികയാണ്. ഈ തെളിഞ്ഞ് വരുന്നതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഈ ഒരു സമയം പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത കാര്യമാണ് കുറച്ച് ശർക്കര കൂടി. നമ്മൾ ഈ ശർക്കര സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. ഈ ശർക്കര ചേർക്കുമ്പോഴാണ് ആ പുളിയും എരിവും ഒക്കെ നല്ല കറക്റ്റായിട്ട് അതൊന്ന് ബാലൻസ് ആക്കുന്നത്. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് നമുക്ക് സൂപ്പറായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയും കട്ടിക്കായിരിക്കും നമ്മുടെ ഈ ഗ്രേവി ഉണ്ടാവുന്നത്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നാളെ 2 മണിക്ക് നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.